ഞാനൊരു ചോദ്യം പ്രാരംഭമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to ask you a question as I start. വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? How many books are there in the Bible? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യവും എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവുമാണ്. We all know the question and we all know the answer. അതിന്റെ ഉത്തരം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നുമില്ല, ഞാൻ പറയുന്നുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ വിടുന്നു. Since everyone knows the answer, I am just leaving. എന്നാൽ വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുമോ? Will you be able to say how many books are recorded or mentioned in the Bible? How many names of the books? വേദപുസ്തകം പരിശോധിച്ചാൽ അനേക പുസ്തകങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We can see there are so many books are referred in the Bible. ഈ ദിവസങ്ങൾ ആ വിഷയം ഒന്ന് പഠിക്കുവാനായിട്ട് ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ നൽകുകയുണ്ടായി. These days the Spirit of the Lord has encouraged me to study about these books in the Bible. അതിൽ ഒരു ബുക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. In depending upon the word in the Lord, I am praying and hoping we will discuss about one of those books. ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഒക്കെ അതിപ്രസരവും വിസ്ഫോടനവും മുഖാന്തരം നമ്മൾ ഏറിയ ആളുകളും ഇപ്പോൾ പുസ്തക വിരോധികളായിട്ട് മാറിയിരിക്കുകയാണ്. Because of this electronic media's explosion and entry, we are all become haters of the book. നാം കാര്യമായിട്ടുള്ള വായനാശീലം ഇല്ലാത്തവരായി മാറുന്നില്ലേ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. We need to think, are we losing the habit of reading these days? എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് ദൈവം ഒരു സാവകാശം നൽകും എന്ന് വിചാരിക്കുന്നു. But I hope God will give us an opportunity to study about the books mentioned, recorded in the Bible. ഇന്ന് നമുക്ക് അതിൽ ഒരു പുസ്തകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചിന്തിക്കാം. Today let us meditate about one of the books in the time that is given to us. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്ന പുസ്തകമാണ്. Today we are going to discuss about the book that is called the Book of the Living. സങ്കീർത്തനം 69:28 നാം ആ പുസ്തകത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. We read about this book of the living in Psalm 69 and verse 28. സങ്കീർത്തനങ്ങൾ 69:28 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ. We read in this passage, Psalm 69 verse 28, let them be blotted out of the book of the living. മലയാളത്തിൽ ജീവന്റെ പുസ്തകം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് ജീവന്റെ പുസ്തകമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്നാണ് ഇംഗ്ലീഷിലും മൂലഭാഷയിലും. POC ബൈബിൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ POC ബൈബിളിലും അത് അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Unlike in Malayalam Bible, it is mentioned here about the book of the living, and that's how we see even other interpretations and even in POC Bible. POC ബൈബിൾ പറയുന്നത് ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ എന്നാണ്. We read, let them be blotted out of the book of the living. അപ്പോൾ നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. So today we are going to look into the book of the living. ഈ ജീവിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. What are the specialities of this book of the living? ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ ചേർത്തിരിക്കുന്ന ഒരു രജിസ്റ്റർ എന്ന് വേണമെങ്കിൽ നാം ആ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. We can call this book as a register which is recording, which has recorded the people who are physically alive on this earth. ഈ ലോകത്തിൽ ശരീരത്തിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പുസ്തകം. This is a book of God in which the names of all the people who are living physically on the face of this earth.
പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ മോശ പ്രതിപാദിക്കുന്ന പുസ്തകവും ഈ പുസ്തകം തന്നെയാണ്. In Exodus chapter 32 and verse 32, we read about a reference by Moses, which is the same book. അവിടെ മോശ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്ന് പറയുന്നില്ല. മോശ ഉപയോഗിക്കുന്ന വാക്ക് നിന്റെ പുസ്തകം എന്ന് മാത്രമേ ഉള്ളൂ. There Moses says it is your book. That's what he says there. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിക്കണമേ. The Exodus chapter 32 and verse 32, we read it like this: Yet now, if you will forgive their sin, but if not, I pray, blot me out of your book which you have written. അവിടെ നിന്റെ പുസ്തകം എന്നേ ഉള്ളല്ലോ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവർ പുസ്തകമാകുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടായേക്കാം. We might think this is the book which is mentioned as your book. How can we call this as the book of the living? അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മോശ ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ താഴെ ഇസ്രായേൽ മക്കൾ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. The background of this incident, we know it is when the people of Israel, when they built the golden calf and they worshipped this golden calf. താഴെ ആ പർവ്വതത്തിന് ചുവട്ടിൽ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്ന ആ സന്ദർഭം ദൈവം കണ്ടിട്ട് ആ പർവ്വതത്തിൽ മോശയോട് പറയുകയാണ്, ജനം വഷളത്വം പ്രവർത്തിക്കുന്നു, അവരെ നശിപ്പിച്ചു കളയേണ്ടതിന്, അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. Here, God, having seen his people making this golden calf and worshipping that image, God saying, allow me to burn these people who have disobeyed me. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. In verse 10 of chapter 32, we read, now leave me alone, that my anger may burn against them, that I may destroy them. അപ്പോൾ പാപം ചെയ്തവരെ നശിപ്പിച്ചു കളയുവാൻ, അവരെ ദഹിപ്പിച്ചു കളയുവാനായിട്ട് ദൈവം തീരുമാനിച്ച കാര്യം മോശെ അറിയിക്കുകയാണ്. Here, the decision of God to burn them is being informed to Moses. എന്നാൽ മോശ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. But Moses is not part of that group of people who are going to be burnt. ദൈവം മോശയോട് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. God says to Moses, I will make you a great nation. എന്നാൽ ആ പശ്ചാത്തലത്തിൽ മോശ പറയുകയാണ്, നീ അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, അഥവാ നീ അവരെ നശിപ്പിച്ചു കളയുമെങ്കിൽ, നീ അവരെ ജ്വലിപ്പിച്ചു കളയുമെങ്കിൽ, നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും മായിച്ചു കളയുക. Therefore, in this background, in this circumstance, Moses tells to God, if you are deciding to consuming them, then I also may be consumed with them. എന്ന് വെച്ചാൽ ഈ പാപം നിമിത്തം നീ അവരെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്ന പക്ഷം എന്നെയും അവരോടൊപ്പം കൊന്നുകളയുക, എന്റെ പേരും നിന്റെ പുസ്തകത്തിൽ നിന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയുക. Here Moses says, if you have decided to consume them because of this sin, then you consume me also and blot me also from this book. നീ അവരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്നെ ഒരു ജാതിയാക്കുമെങ്കിൽ, അങ്ങനെ ഒരു വലിയ ജാതിയായിട്ട് ജീവിച്ചിരിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല, അവരോടൊപ്പം മരിക്കുവാനായിട്ടാണ് എനിക്കും താല്പര്യം. എന്നെയും കൊന്നുകളയുക, ജീവിച്ചവരുടെ പേരിൽ നിന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ ബുക്കിൽ നിന്ന് എന്റെ പേരും മായിച്ചു കളയുക. Here Moses says, if you want me to be a great nation and you want to build me as a great nation, I do not wish to be, because if you are going to kill these people because of their sin, please blot me also from your book and consume me as well. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്ന ഒരു പുസ്തകം നാം കാണുകയാണ്. So here we see about a book which is called as the book of the living. നമ്മുടെ ചിന്തയില് പേജുകളുള്ള കുത്തിക്കെട്ടൊക്കെയുള്ള ഒരു ബുക്ക് എന്നുള്ള നിലയിലായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ചിന്ത മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം പറയുന്നത് കൊണ്ട് ബുക്ക് അഥവാ പുസ്തകം എന്നുള്ള ആ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്.
Here, when we think in our imagination, it is like a book which is binded or bound together. That may not be the case here. For us to understand, God is using that paraphrase as a name book, that is he is referring to. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഇത് ദൈവം ഡിസൈൻ ചെയ്ത ഒരു പുസ്തകമാണ്. So we can think like this. This is a book designed by God. ഇത് നമ്മുടെ ചിന്തയിൽ നാം ചിന്തിച്ചാൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ഇലക്ട്രോണിക് ബുക്കായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ക് കൂട്ടാം. Maybe we can consider this as a computer electronic book. ജീവിച്ചിരിക്കുന്നവരുടെ പേരുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം, ഒരു ഇലക്ട്രോണിക് പുസ്തകം. An electronic book which has recorded all the people who are physically alive. ഓരോ ജീവനും ഉൽപാദിതമാകുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേര് വെളിപ്പെടുകയും ഓരോ ജീവനും ഭൂമിയിൽ അവസാനിക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേര് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബുക്ക്. A computerized book which whenever a life begins on this earth, the names is added into this book, and whenever a person dies, whenever a life ends in this world, that name disappears from this book. അപ്പോൾ ദൈവം മുൻകൂട്ടി വ്യവസ്ഥ ചെയ്ത് പ്രീസെറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പുസ്തകമായിട്ട് ഈ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തെ നമുക്ക് ചിന്തിക്കാം. So let us imagine this as a book which is pre-programmed by God himself in this manner. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും പേര് അതിനുള്ളിലുണ്ട്. All the people who are living or alive physically on this earth then their names are written in this book. ജീവൻ ഉൽപാദിതമാകുമ്പോൾ അതിൽ ആ വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തപ്പെടുന്നു. When the life begins on this world, his name is mentioned or written in the book. ഈ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ത്യശ്വാസം വലിച്ചു കഴിയുമ്പോൾ ആ പേര് അതിൽ നിന്ന് അപ്രത്യക്ഷമാകും. When the person breathes his last, when the life ends, his name disappears from the book. ഇതാണ് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. This is the book of the living. അപ്പോൾ ഇതിൽ പേര് ചേർക്കപ്പെടുന്നത് ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, ഇതിൽ നിന്ന് പേര് അപ്രത്യക്ഷമാകുന്നത് ജീവൻ അവസാനിക്കുമ്പോൾ, ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ. So the name appears in the book when a life begins in this world, and a name disappears when that life ends. അത് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. This is the speciality of this book. ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത പറയാം. There is another peculiarity of this book. ഈ പുസ്തകത്തിൽ സമയത്തിന് മുൻപേ പേര് മായിച്ചു കളയുവാനുള്ള സാധ്യതയുണ്ട്. There is a possibility that the name can disappear before its time. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ ജീവൻ ഉൽപാദിതമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുകയും ജീവൻ അവസാനിക്കുമ്പോൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന നിലയിലാണ് പേര് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. I have told this is programmed or preset in a mechanism where when the life begins, the name appears. When the life ends, the name disappears. എന്നാൽ ദൈവം പ്രീ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ അപ്രത്യക്ഷമാകപ്പെടുവാൻ സാധ്യതയുള്ള സമയത്തിന് മുൻപ് ഈ പുസ്തകത്തിൽ നിന്ന് പേര് മായിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. But there is a possibility that the name can be disappeared before the time defined by God when that name is supposed to be blotted out. അങ്ങനെ പേര് മായിച്ചു കളയുവാൻ സാധ്യതയുള്ള 3 കാരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. We can see 3 reasons by which this disappearance of name can happen. 3 ഉള്ളോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്നാൽ 3 കാരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. Here I am revealing the 3 reasons which I came to know or I understand this evening. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പാപം ചെയ്യുമ്പോൾ അഥവാ പാപത്തിൽ തുടരുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് പേര് നേരത്തെ മാറ്റപ്പെടുവാൻ, മായിച്ചു കളയുവാൻ സാധ്യതയുണ്ട്.
when the sin is committed, when the sinful life is continued, then there is a possibility the name can be blotted out early. നാം ഇപ്പോൾ കണ്ട പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിന് 33 വാക്യത്തിൽ ദൈവം അത് പറയുന്നു. In Exodus 32 and verse 33, we read as the Lord says here, യഹോവ മോശയോട് പറഞ്ഞത്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുന്നു. The Lord said to Moses, whoever has sinned against me, I will wipe him out of my book. അയ്യോ, ഇത് പഴയ നിയമ പ്രമാണമല്ലേ, പുതിയ നിയമത്തിൽ അങ്ങനെ പ്രമാണം ഉണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. You might ask, oh, this is a law of Old Testament. Is there a law like this in the New Testament? പുതിയ നിയമത്തിലും ഈ പ്രമാണം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. There is a law in the New Testament as well, which is clearly we can see. നാം ആരാധനയോടൊപ്പം സാധാരണയായിട്ട് വായിക്കാറുള്ള 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. When we read that very familiar portion we read during the worship meeting, which is 1 Corinthians chapter 11 verse 27 and 30. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 30 വാക്യം, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. I'll read verse 30. For this reason many are weak and sick among you, and many sleep. ഇവിടെ അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധന യോഗത്തിലും കൂട്ടായ്മ സമയത്തും ഒക്കെ ഇരുന്ന് ഉറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് അല്ല നമുക്കറിയാം. We know the reference of here who are sleeping. It is not about people who are sleeping during the worship meeting. അവിടെ പറഞ്ഞിരിക്കുന്നത് അയോഗ്യമായി അപ്പം തിന്നുന്നു എന്ന് വെച്ചാൽ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ സ്വന്തം പാപത്തെ കുറിച്ച് ശോധന ചെയ്ത് പരിഹരിക്കാതെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അതിന്റെ ശിക്ഷയായിട്ട് ബലഹീനത, രോഗം, ആത്യന്തികമായിട്ട് മരണം സംഭവിക്കുന്നു. Here we see whenever a person eats or drinks in unworthy manner without examining himself, then we see as a result he become weak or sick or he may die. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യുന്നത് മുഖാന്തരം, പാപത്തിൽ തുടരുന്നത് മുഖാന്തരം, പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പരിഹാരം വരുത്താതെ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാത്തത് മൂലം ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് മുൻകൂട്ടി പേര് മായിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. So here we see when a person continue in sin, continue committing in sinful life, there is a chance when he is not examining himself and coming back that his name can be blotted out from the book of the living. അപ്പൊ നമുക്ക് ഇപ്പോഴേ ഒരല്പം ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഒരു കൊല്ലത്തിലധികമായല്ലോ, കർത്തൃമേശ ഇല്ലാത്തതുകൊണ്ട് ഈ പ്രശ്നമില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. Yeah, there is a chance we feel a little bit relaxed because this punishment will not come since we don't gather together to remember the Lord's table. കർത്തൃമേശ ഇല്ലെന്ന് വന്നാലും പുറപ്പാട് പുസ്തകം 32 അധ്യായം 33 വാക്യത്തെ കർത്താവിന്റെ ദൈവത്തിന്റെ പ്രസ്താവന, ദൈവത്തിന്റെ നിയമം നിലനിൽക്കുകയാണ്. പാപം ചെയ്യുന്നവനെ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. But even though the worship or the remembrance of the Lord's table is not there, we read in Exodus 32 and 33, still this exists because whenever a person continue in sin, then this can happen in his life. ഇനിയും 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നാം കണ്ട ഭാഗത്തും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം എന്ന് പറയുന്നത് കർത്തൃമേശ ആചരിക്കുന്നതിനുള്ള ഒരുക്കമാണെങ്കിലും അതിന് മാത്രമല്ല, അനുദിന ജീവിതത്തിലെ ദൈവത്തെ ആരാധിക്കുന്നതിനും അനുദിന ജീവിതത്തിൽ നാം വിശുദ്ധി പാലിക്കുന്നതിനും ഒക്കെ ബാധകമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. Here we read in 1 Corinthians about the examining himself. This is referred to examining oneself with regard to eating of bread and drinking of cup. But it is also referring to the examining of one's life with regard to his sinful life and how he keeps himself holy and pure in the sight of God. മലയാളത്തിൽ മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞ് തുടരുകയാണെങ്കിലും ഇംഗ്ലീഷിൽ നോക്കിയാൽ അതൊരു ഇംപറേറ്റീവ്, നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട്, but a person must examine himself
എന്ന് പറഞ്ഞിരിക്കുകയാണ്. Here in English, unlike Malayalam, it is given like a command. It says, let a man examine himself. അതുകൊണ്ട് കർത്തൃമേശ ഇല്ലെങ്കിലും ഈ ഈ ഈ നിബന്ധനയിൽ നിന്ന് നാം ഒഴിവാകുന്നില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Therefore, we need to remember, even though we don't remember the Lord's table, this commandment still pertains with regard to our life. സ്വയം ശോധന ചെയ്യുന്നില്ലെങ്കിൽ, പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി അനുദപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ ദൈവം അത് വളരെ ഗൗരവമായി കാണുകയും അത് ദൈവത്തിന്റെ പദ്ധതിക്ക് മുൻപേ നമ്മെ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാനുള്ള ഒരു കാരണമായി ദൈവം പരിഗണിക്കുകയും ചെയ്യും. If we do not examine, evaluate our own spiritual life and get right with God, that can lead us to a situation where our names will be blotted out from the books of the living and be punished because of our sinful life. അപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ട് നാം കണ്ടത്, പാപം ചെയ്യുകയും പാപത്തിൽ തുടരുകയും ചെയ്താൽ ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് പേര് മുൻകൂട്ടി മായിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. The first reason we saw is when a person commits sin and continue in sin, there is a chance that God will blot his name out from the book of the living. രണ്ടാമത്തെ കാരണമായിട്ട് കാണുവാൻ കഴിയുന്നത്, ഒരു വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയോ ഫലം പുറപ്പെടുവിക്കുന്നതിന് മറ്റുള്ളവർക്ക് തടസ്സമായി നിൽക്കുകയോ ചെയ്താൽ പേര് മുൻകൂട്ടി മായിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. The second reason we are going to see is when a person is not bearing fruit by himself or becoming a hindrance for others to produce fruit, then there's a chance, possibility that his name shall be blotted out. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു വ്യക്തി ദൈവം ഉദ്ദേശിക്കുന്ന ഫലം കായ്ക്കുന്നതിൽ നിരന്തരമായി പരാജയപ്പെട്ടാൽ, ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഫലം കായ്ക്കുവാൻ തടസ്സമായി നിലകൊണ്ടാൽ, ആ വ്യക്തിയെ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് മുൻകൂട്ടി നീക്കം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു എന്ന് വന്നേക്കാം. There can be a possibility that when a person continue in not bearing fruit in his life and also become a hindrance for others to bear fruit, then God can decide to blot his name out from the book of the living. നമുക്കറിയാവുന്ന വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. John chapter 15 and verse 2 is a very familiar verse to all of us. അവിടെ കർത്താവ് പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. You read, every branch in me that does not bear fruit he takes away, and every branch that bears fruit he prunes that it may bear more fruit. അവിടെ കർത്താവ് പറയുകയാണ്, പിതാവ് തോട്ടക്കാരൻ, കർത്താവ് മുന്തിരിവള്ളി, നാം ശാഖകൾ, കൊമ്പുകൾ. അപ്പോൾ കർത്താവിൽ നിലനിന്ന് ഫലം കായ്ക്കാത്ത കൊമ്പുകളെ തോട്ടക്കാരനായ പിതാവ് നീക്കിക്കളയുന്നു എന്ന് കർത്താവ് പറയുകയാണ്. Here we read, Father is the vine dresser and Jesus, the Lord is the true vine and we are the branches. And when we do not bear fruit, then the gardener, who is the Father, will cut us off or removes from the main branch. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ചങ്കിലെ ചോരയാൽ നമ്മെ വീണ്ടെടുത്തത്, പിതാവായ ദൈവം വലിയ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തത്, തന്റെ പുത്രനോട് യോജിപ്പിച്ചത്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മിൽ ഉരുവാക്കുന്നതിനാണ്. The very purpose of God saving us and put us together with his son, which is the main branch, is only to bear fruit for him. ഇത്ര വലിയ വീണ്ടെടുപ്പ് നമുക്ക് ദൈവം നൽകിയിട്ടും, ഇത്ര മഹത്തായ പദവിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മെ ബന്ധിച്ച് ആക്കിയിട്ടും, ഫലം കായ്ക്കുവാൻ ആവശ്യമായ എല്ലാ സാധ്യതയും ദൈവം തന്നിട്ടും ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പിതാവ് നീക്കിക്കളഞ്ഞു എന്ന് വന്നേക്കാം. Here we understand, even after giving such a biggest prize and joining us to the main branch and giving us this wonderful privilege, and in spite of all this, if we are not bearing fruit, then
God can cut us off from the main branch. ആ നീക്കിക്കളയുക എന്നുള്ളത് നമ്മുടെ പദവികളും സാധ്യതകളും നീക്കുന്നതാകാം, മാത്രമല്ല നമ്മുടെ അവസരങ്ങൾ നീക്കുന്നതാകാം, ആത്യന്തികമായിട്ട് നമ്മെ തന്നെ ഈ ജീവിതത്തിൽ നിന്ന് നീക്കുന്നതാകാം. The taking away which is mentioned here may be about the positions and the privileges that we have, but also it means the very life that we have, God can take away from this life. അതേ വാക്യത്തിൽ തന്നെ ഫലം കായ്ക്കുന്ന കൊമ്പുകളെ കുറിച്ച് പിതാവിനുള്ള കൺസേൺ, പിതാവിനുള്ള താല്പര്യം അവിടെ പറയുന്നുണ്ട്. In the same verse, we read about Father's concern about those branches which bears fruit. ഫലം കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കുവാനായിട്ട് അവൻ ചെത്തിവെടിപ്പാക്കുന്നു. He prunes those fruit-bearing branches to, in order for that to produce more fruit. അധികം ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. For bearing more fruits, God desires for it and He works for it. അങ്ങനെയാണെങ്കിൽ ഫലം കായ്ക്കുന്ന കൊമ്പുകൾക്ക് അതിന് തടസ്സമായിട്ട് ഏതെങ്കിലും കൊമ്പ് നിന്നാൽ ആ കൊമ്പിനെ തീർച്ചയായും പിതാവ് നീക്കിക്കളയും. If that is the case, He will surely remove those branches which become a hindrance for those fruit-bearing branches. ഓരോ കൊമ്പും ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ആക്കി വെച്ച് ദൈവം കൃപ കൊടുത്ത് ദൈവം പ്രവർത്തിക്കുമ്പോൾ, when God works with those branches which bears fruit efficiently, ഏതെങ്കിലും ഒരു കൊമ്പ് മറ്റു കൊമ്പിന് കായ്ക്കുവാൻ തടസ്സമായി അതിന് പ്രതിബന്ധമായി നിന്നു എങ്കിൽ തീർച്ചയായും ആ കൊമ്പിനെ പിതാവ് മാറ്റിക്കളയും, ആ തോട്ടക്കാരൻ നീക്കിക്കളയും. If there is any other branch which becomes a hindrance for the good branch to produce fruit, then God will surely cut that unproductive branch. ആ നീക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ സാധ്യതയിൽ നിന്ന്, നമ്മുടെ നന്മയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നീക്കുന്ന അവസ്ഥ ആയി തീരാം. The taking away may not only our position, our privileges and the good blessings that we have, but it can also be from the very life in which we are living in. അപ്പോൾ രണ്ടാമത്തെ കാരണമായി നാം കണ്ടത്, ദൈവം ഉദ്ദേശിക്കുന്ന ഫലം കായ്ക്കാതിരിക്കുകയോ ഫലം കായ്ക്കുന്ന കൊമ്പുകൾക്ക് തടസ്സമായി നിൽക്കുകയോ ചെയ്താൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് പേര് മുൻകൂട്ടി മായിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. Here we see as a second reason, when we are not bearing fruit enough in our life and or become a hindrance for other people to bear fruit, then there is a possibility God will take us away. മൂന്നാമത്തെ കാരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലെ സംഭവമാണ്. The third reason we can see in the incident in Acts of the Apostles chapter 5. നമുക്കറിയാവുന്ന സംഭവമാണ്, അത് പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം. We know that portion very well. It is the history of Ananias and Sapphira. അവിടുത്തെ പാപം എന്ന് പറയുന്നത് ആത്മീക കാപട്യം, ഇല്ലാത്ത ആത്മീകത, ഇല്ലാത്ത ഭക്തി, ഇല്ലാത്ത ദൈവസ്നേഹം, ഇല്ലാത്ത ഔദാര്യം, ഇല്ലാത്ത പ്രതിബദ്ധത നാം വെളിപ്പെടുത്തുക, നടിക്കുക എന്നുള്ളതാണ്. Here the sin we see about the spiritual hypocrisy, showing off what they don't have, showing off the godliness and pretending the piety or commitment or love towards God. That is what punished here. എന്തായിരുന്നു അനന്യാസിന്റെയും സഫീറയുടെയും പാപം? What was the sin of Ananias and Sapphira? നാം ആ പാപം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അവർ അവരുടെ നിലം വിറ്റിട്ട് പകുതി മാറ്റിവെച്ചു, അതാണ് പാപമെന്നാണ്. Sometimes we think it is the sin is when they set apart something for themselves after selling their land. പ്രിയമുള്ളവരെ, അതല്ല അവരുടെ പാപം. That was not their sin. ആ നിലം അവരുടേതായിരുന്നു. The land was theirs land. അത് വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. And they have the liberty to sell off their property. അത് വിറ്റിട്ട് അതിന്റെ ഒരു ഭാഗം, പകുതിയോ മുക്കാലോ, അവർക്ക് ഇഷ്ടമുള്ള ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു.
And also they had the freedom to take whatever portion they want to keep for themselves. അപ്പൊ അവർ മാറ്റിവെച്ചു എന്നുള്ളതല്ല അവരുടെ പാപം. So their sin was not that they have kept something for themselves. എന്നാൽ എന്താണ് അവരുടെ പാപം? But what was their sin? പകുതി നീക്കി വെച്ചിട്ട് മുഴുവൻ കൊടുത്തു എന്ന് നടിച്ചു. അതാണ് പാപം. They pretended that they gave everything when they kept something for themselves. പകുതി നീക്കി വെച്ചിട്ട് പകുതി ഞങ്ങൾ എടുത്തു, ഇതാ പകുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. If they had kept half of it and they revealed, we have taken half of it and this is the half of what we have sold, then there is no problem. അവരുടെ പാപം അവർ പകുതി മാറ്റി വെച്ചിട്ട് മുഴുവൻ കൊടുത്തു എന്ന് ഭാവിച്ചു. Their sin was they pretended that they have given everything while they kept something for themselves. അപ്പോൾ അവർക്ക് ഇല്ലാത്ത ഭക്തി, ഇല്ലാത്ത ഔദാര്യം, ഇല്ലാത്ത ദൈവസ്നേഹം, ഇല്ലാത്ത ദൈവത്തോടുള്ള പ്രതിപത്തിയൊക്കെ അവർ നടിക്കുകയായിരുന്നു. ആത്മീയ കാപട്യം, അതായിരുന്നു അവരുടെ പാപം. So their sin was the spiritual hypocrisy, and they were pretending that they had the commitment, they had the submission and love of God. That was their sin. ആത്മീയ കാപട്യം, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വളരെ കർശനമായിട്ട് ഏർപ്പെടുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. The spiritual hypocrisy is something God will surely and seriously deal with us. നമ്മുടെ കാണുന്നത് അനന്യാസും സഫീറയും ഒരുപോലെ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയരായി ആ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മുൻകൂട്ടി മായിച്ചു കളയുവാൻ അവരുടെ കപടഭക്തി, അവരുടെ കാപട്യം കാരണമായി തീർന്നു. We see here both of them, Ananias and Sapphira, their names were blotted out from the book of the living because of their spiritual hypocrisy. ചില നാളുകൾക്ക് മുമ്പ് സഹോദരി ലിസി എന്നോടൊരു കാര്യം പറഞ്ഞു. അനന്യാസും സഫീറയും ആദിമ സഭയിലെ അംഗങ്ങളല്ലായിരുന്നു, അവർ വെറുതെ കാഴ്ചക്കാരായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഒരാശയം, ഒരു വ്യാഖ്യാനം കേൾക്കുകയുണ്ടായെന്ന്. A few days ago, Sister Lizzie was mentioning this about me, that they were not part of the ancient church, but they were only visitors who came to visit that church. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. I do not think so. അവർ ആദിമസഭയുടെ ഭാഗമായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുകയും ചെയ്യുന്നത്. I believe that they were indeed part of the ancient church. അതെല്ലാം വിശദീകരിച്ച് സ്ഥാപിക്കാനുള്ള സമയം നമുക്കില്ല. We don't have enough time to explain and establish that fact. എന്നാൽ ഞാൻ പെട്ടെന്ന് ക്ലൂകൾ പറയാം. But I'll give you a few clues now. 4-ാം വാക്യത്തിൽ അവിടെ പത്രോസ് പറയുകയാണ്, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. In verse 4, Peter tells and told here, you have not lied to men but to God. ദൈവത്തോട് വ്യാജം കാണിക്കുന്നത് ഒരു ദൈവ മകന്, ഒരു ദൈവ പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് വിഭിന്നമാണ്. അതുകൊണ്ട് ആ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് വിരോധമാണ്. Only a child of God or a believer can lie to God. Anyone who is not belongs to God, they're separated and their life is different life. 3-ാം വാക്യത്തിൽ പത്രോസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോടും വ്യാജം കാണിക്കുന്നത് ഒരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിശ്വാസിക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല. In verse 3, Peter again mentions about lying to the Holy Spirit, and this also tells us only a child of God can lie to the Holy Spirit. 3-ാം വാക്യത്തിൽ പിന്നെയും പത്രോസ് ചോദിക്കുന്നുണ്ട്, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത് എന്ന് വെച്ചാൽ, ഒരു അവിശ്വാസി സംബന്ധിച്ചിടത്തോളം സാത്താൻ കൈവശമാക്കേണ്ട, അവന്റെ ഹൃദയം സാത്താന്റെ അടിമത്വത്തിലാണ്, അധീനതയിലാണ്. ഇവിടെ വിശ്വാസിയുടെ ജീവിതം അതിനുവേണ്ടി സാത്താൻ കൈവശമാക്കുകയായിരുന്നു. And again we can see in the same verse Peter asking him, Ananias, why has Satan filled your heart? So from this we can understand anyone who is belong to God, his heart does not belong to Satan. But for an unbeliever who is not a believer of God, he is already filled with sin and Satan in his life. 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. അവിടെയും കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുന്നത്
ദൈവമക്കളാണ്, വിശ്വാസിയാണ്, അവിശ്വാസിയല്ല. And in verse 9, we can see he's asking, why is it that you have agreed together to put the Spirit of God, to Spirit of the Lord to test? And here again, we can understand only a believer can test the Spirit of the Lord. 11-ാം വാക്യത്തിൽ അവരുടെ ശിക്ഷ സർവ്വസഭയ്ക്കും ഭയഹേതുവായി എന്ന് വായിക്കുന്നു. ഒരു അവിശ്വാസിയുടെ ശിക്ഷ ദൈവസഭയ്ക്ക് ആ നിലയിൽ ഭയഹേതുവാകേണ്ട കാര്യമില്ല. ഒരു വിശ്വാസിയുടെ ശിക്ഷയാണ് സർവ്വസഭയ്ക്കും ഭയഹേതുവായി തീർന്നത്. And in verse 11 we read, and great fear came over the whole church. So here a death or the punishment which is given to a believer, that caused fear and in the entire church, not the punishment given to an unbeliever. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. Let us come back to our topic. നാം 3 കാരണങ്ങളാണ് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് പേര് മുൻകൂട്ടി മായ്ച്ചു കളയുവാൻ സാധ്യതയുള്ളതായി കണ്ടത്. We have seen at least 3 reasons God may wipe our names early from the book of the living. ഒന്ന്, പാപം ചെയ്യുകയോ പാപത്തിൽ തുടരുകയോ ചെയ്യുക. The first one is when someone commits sins and continue in sin. 2, ദൈവം ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയോ ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് തടസ്സമായി നിൽക്കുകയോ ചെയ്യുക. Secondly, when one does not bear fruit as the Lord wants and become a hindrance for those who bear fruit. മൂന്നാമത്തെ കാര്യം, ആത്മീക കാപട്യത്തിൽ ജീവിക്കുക. Thirdly, living in a spiritual hypocritic life. ഈ 3 കാരണങ്ങളാൽ നമ്മുടെ പേര് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് സമയത്തിന് മുൻപേ മാറ്റപ്പെടുവാനുള്ള, മായ്ച്ചു കളയുവാനുള്ള സാധ്യതയുണ്ട്. For these 3 reasons, there is a chance our life will be blotted out from the book of the living before the set time. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കണം. So we need to carefully note a problem here. അങ്ങനെയാണെങ്കിൽ മരിച്ച ഓരോരുത്തരെ നോക്കിയിട്ട് ഇന്നാരിന്നാർ മരിച്ചു, ഈ കാരണത്തിൽ ഏതായിരിക്കും, ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ എന്ന് ശോധന ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. അത് നമ്മുടെ കാര്യമല്ല, അത് ദൈവസന്നിധിയിൽ കുറ്റകരമാണ്. And this is the time when we might think, when someone dies, what is the reason which can be happening in his life? We should not judge like this on other people. This is not for us to do that. It is the God's doing. God is the one who is judging it. ഈ 3 കാരണങ്ങളും മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാൻ, അവരെ വിധിക്കുവാൻ നാം ഉപയോഗിക്കരുത്. അത് ദൈവസന്നിധിയിൽ കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. We should not take these 3 reasons to judge the life of other people. It is punishable and it is an offense before God. എന്നാ പിന്നെ ഇത്രയും പറഞ്ഞു ഞങ്ങൾ മെനക്കെടുത്തി എന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ? But do you think that then why were we taking this much of time in explaining all this? ഇത് പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? Why did I say this? ഈ 3 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്തിട്ട് ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും കാരണം മുഖാന്തരം ദൈവം എന്റെ പേര് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് മുൻകൂട്ടി നേരത്തെ മായ്ച്ചു കളയുവാൻ സാധ്യതയുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. Here the need is we have to judge ourselves with these 3 reasons, putting against our own life. And is there any reason prevalent in my life whether God is going to wipe my name out of the book of the living before the time because of any of those reasons? ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ എന്റെ പേരുള്ളത് കൊണ്ടാണ് ഇന്നും ഈ സന്ദേശം കേൾക്കുവാനായിട്ട് എനിക്കിടയായി തീരുന്നത്. This evening, even I am able to listen to this message because of the God's grace that my name is still there in the book of the living. എന്നാൽ എന്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്തിട്ട് ഞാൻ നോക്കുവാൻ ആവശ്യമുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന സമയത്തിന് മുൻപേ എന്റെ പേര് ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുവാൻ ഇടയാകുന്ന ഏതെങ്കിലും കാരണങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. And there is a need that I need to judge and examine and evaluate my life with these reasons, that any of this reason is existing in my life that God would blot my name away from the book of the living. ഈ കാര്യം നാം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്.
We need to be very careful about this thing. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാം. ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മറ്റുള്ളവരുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ പേര് മായിച്ചു കളയുവാൻ നമുക്കും സാധിക്കും. Now let me tell you another thing. Even we also can remove our name or others' name from the book of the living. അയ്യോ, ദൈവം എഴുതിയ പുസ്തകത്തിൽ നിന്ന് നീക്കാനായിട്ട് നമ്മൾ ദൈവമാണോ എന്ന് ചിന്തിച്ചേക്കാം. We might think, are we God to do this? അത് വിശദീകരിക്കാൻ സമയമില്ല, സമയം കഴിഞ്ഞല്ലോ. ഞാൻ വേഗത്തിൽ പറയാം. മൂന്ന് കാര്യങ്ങൾ മുഖാന്തരം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാനായിട്ട് സാധിക്കും. By 3 reasons, we can blot out the names from the book of the living. നാം ആത്മഹത്യ ചെയ്താൽ നാം തന്നെ നമ്മുടെ പേര് ഈ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയാണ്. When we commit suicide, we are blotting out the name from the book of the living. മറ്റൊരു വ്യക്തിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയോ അതിനുള്ള സാഹചര്യം നാം ഒരുക്കുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ പേര് ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പരോക്ഷമായി നീക്കുവാനായിട്ട് നാം പ്രയത്നിക്കുകയാണ്. When we provoke someone else to commit suicide or we become a reason for others to kill themselves, we are indirectly wiping out their names. മൂന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഗർഭസ്ഥ ശിശുവിനെ നാം നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ, ഗർഭഛിദ്രം ചെയ്താൽ ആ കുഞ്ഞിന്റെ ജീവൻ ആ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് നാം നീക്കം ചെയ്യുകയാണ്, മായ്ക്കുകയാണ്. If someone is deciding to do abortion, that is ending that life which has started, which means again wiping out the name of someone from the book of the living. ഏതൊരു വ്യക്തിയും അബോർഷന് സപ്പോർട്ട് ചെയ്താൽ പരോക്ഷമായി ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നതിന് സമാനമാണ്. Anyone is supporting abortion, it means you are supporting the wiping out of the name from the book of the living. നമ്മുടെ പേര് ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനിക്കുമ്പോഴല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I believe it is not when you are born in this world when the name is written in the book of the living. ഒരു മാതാവിന്റെ ഉദരത്തിൽ ബീജവും അണ്ഡവും സംയോജിച്ച് ജീവന്റെ കണിക ഉൽപാദിതമാകുന്ന ആ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ പേര് പ്രത്യക്ഷപ്പെടുന്നു. When a sperm and ovum join together in the uterus of a mother to generate life, at that very moment the name appears in the book of the living. അതുകൊണ്ട് അതിനെ മായ്ക്കുവാൻ നമുക്ക് അവകാശമില്ല. മായ്ക്കുവാൻ ശ്രമിക്കുന്ന പക്ഷം, അതിനെ അനുകൂലിക്കുന്ന പക്ഷം ദൈവസന്നിധിയിൽ നാം കുറ്റക്കാരായി തീരുന്നു. Therefore, we have no right to blot that name out, and it is an offense and punishable in the sight of God if we support the abortion. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നാം ചിന്തിച്ചത്. So we were discussing 3 things. ഈ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തുകയും മായ്ക്കപ്പെടുകയും ചെയ്യുന്ന അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കാര്യം. The thing of appearing and disappearing of names from the book of the living. ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് മുൻകൂട്ടി പേര് മായ്ച്ചു കളയുവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. The 3 reasons by which the name can be removed before the time set for it. ഈ ജീവിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാൻ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. The other 3 reasons were we can have a role in removing of or wiping of the names from the book of the living. ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നാം ഓർക്കുവാൻ ആവശ്യമുള്ള കാര്യം, ഇന്നും നാം ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ പേരുള്ളവരാണ്. When we listen and meditate all these things, what we can remember or understand is even today our names are still there in the book of the living. എന്നാൽ ആ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് എന്ന് എപ്പോൾ അപ്രത്യക്ഷമാകുമെന്ന് എനിക്കറിയില്ല. I do not know when my name will be disappeared from the book. ഒരുപക്ഷെ ഇന്ന് രാത്രി സംഭവിക്കാം. It can happen tonight. നാളുകളിൽ സംഭവിക്കാം. Or in the coming days. എന്റെ പേര് അപ്രത്യക്ഷമാകുന്ന കാരണമായിട്ട് ദൈവം പല കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒരുപക്ഷെ കോവിഡോ അതിനോട് ചേർന്ന അനുബന്ധ പ്രശ്നങ്ങളോ എന്തുമാകാം. God can bring in any kind of reasons for wiping out my name. It can be COVID or any other things.
പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ച് ആ പേര് അപ്രത്യക്ഷമാകുമ്പോൾ എന്തുകൊണ്ടെന്നോ എന്തിനെന്നോ എന്തിന് എന്റെ പേരെന്നോ ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. We have no right to question God why my name is blotted out when that thing really happens. ഞാൻ മുൻപ് എന്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പോലെ ദൈവത്തിന് നമ്മെ കുറിച്ച് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. As I said it earlier, God has a very specific plan for our life. അത് പൂർത്തീകരിക്കാതെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. God will not let us die before it is completed. എന്നാൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ജീവിച്ചിരിക്കേണ്ട ആവശ്യവുമില്ല. But when it is fulfilled, you don't need to be alive anymore. അതെപ്പോൾ എവിടെ നമുക്കറിയില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ്. We do not know when and how it is going to be. It is a plan of God. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is God's plan and it is God's doing. ദൈവം ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യുന്നു. When He does the best. എന്നാൽ നമ്മോട് നാം ഓർക്കേണ്ട കാര്യം, മുൻകൂട്ടി മുന്നേറെ അത് മായ്ക്കപ്പെടുവാൻ ഇടവരാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. What we need to do is we need to take care of our life that our names will not be wiped out before the set time. ലൂക്കോസ് 1:23 സക്കറിയ പുരോഹിതനെ കുറിച്ച് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. In Luke chapter 1:23 we read about Zechariah, prophet Zechariah. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. And as soon as his days of ministration were accomplished, he departed to his own house. നമ്മുടെയൊക്കെ ശുശ്രൂഷാകാലം തികയുമ്പോൾ പ്രിയമുള്ളവരെ, നാം നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് പോകേണ്ടവരാണ്. When the days of our ministries are ended, we are all going to go to our own home. നാം പാടാറുണ്ടല്ലോ, കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൻ നാൾ പാർത്തലേ രക്ഷപ്പെട്ടവരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. We sing that song, when the trumpet of the Lord shall sound and time shall be no more, and the morning breaks eternal, bright and fair, and the saved are gathered together on the other shore, when the roll is called up yonder. ആ പേര് വിളിക്കുന്ന നാള് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. That day is so nigh. എന്നാൽ ആ പേർ വിളി വരുന്നതിന് മുൻപ് ഈ ലോകത്ത് കർത്താവ് നമുക്ക് തരുന്ന ആയുസ്, അത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. But until that day comes, let us live a life that is pleasing God, fulfilling His wish and desire in our life. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. Let us examine our life and come back to God. മത്തായി 23:37-38 വാക്യങ്ങളിൽ യെരൂശലേമിനെ കുറിച്ച് കർത്താവ് വിലപിക്കുന്ന ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. In Matthew chapter 23 and verse 37, we can see about that lament by Jesus Christ. കർത്താവ് പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. Here the way Jerusalem, Jerusalem, who kills the prophets and stones those who have been sent to her. How often I wanted to gather your children together, the way the hen gathers her chicks under her wings, and you were unwilling. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ നമ്മെ തന്റെ ചിറകടിയിൽ ചേർക്കുവാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. Our Lord is a Lord who would gather us like a hen gathers her chicks when we repent of our sins and when we come back to Him with a dedicated mind and heart. എന്നാൽ ഇന്ന് രാത്രി നമ്മെ കുറിച്ച് കർത്താവിനെ ഇങ്ങനെ പറയുവാൻ ഇടയായി തീരുമോ, നിങ്ങൾക്കോ മനസ്സില്ലായിരുന്നു? But will the Lord say, like He said, you were unwilling? കർത്താവിന് മനസ്സാണ്, പക്ഷേ നമുക്ക് മനസ്സില്ലാതായി പോകുമോ? God is willing, the Lord is wanting for it, but are we unwilling? നമുക്ക് മനസ്സില്ലെങ്കിൽ അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. If we are unwilling, then the remaining portion says,
your house is going to be left desolate. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us. മടങ്ങി വരുവാൻ ദൈവം അവസരം തരുമ്പോൾ നമുക്ക് മടങ്ങി ചെല്ലാം. When we get an opportunity to come back, let us go back. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ മടങ്ങി വരുവാൻ എനിക്ക് മനസ്സാണ്. Let us tell God, God, I have a heart and mind to come back to you. എന്നാൽ മടങ്ങി ചെല്ലുന്നില്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ ശൂന്യമായി പോകും. But if we do not come back, then our houses will be left desolate. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to remember this with much seriousness. ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ എന്റെ പേര് ഇന്നുമുണ്ട്. My names are still there in the book of the living. ദൈവത്തിന് സ്തോത്രം. Praise God. അത് ദൈവം എന്ന് വരെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. I do not know until when it is going to be there. എന്നാൽ അത് സമയത്തിന് മുൻപേ മായിച്ചു കളയാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധയുള്ളവനായിരിക്കുവാൻ ആവശ്യമുണ്ട്. But I need to be careful that the name will not be wiped out before its time. അങ്ങനെ മായിച്ചു കളയുന്നതിൽ പങ്കാളിയായി ദൈവസന്നിധിയിൽ ശിക്ഷാവിധി പ്രാപിക്കുവാൻ ഇടയായി തീരാതെ സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. We need to be careful about taking care of ourselves, that I won't take any part in the wiping out of name of anyone else. അവൻ പേർ വിളിക്കുന്ന നാളിൽ സന്തോഷത്തോടെ അടുക്ക ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട ആ അനുമോദനത്തെ വാക്കുകൾ കേൾക്കുവാൻ നമുക്കിടയായി തീരണം. We should be able to go to him when the roll is called up yonder with that blessedness when he calls us. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let us live by that hope and let us glorify his name. His name be glorified.